കാർബണിൻ്റെ ഡിഫറെൻറ്റ് നാനോ പാർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഗ്രാഫീൻ. ക്രിസ്റ്റലൈൻ അലോട്രോപ്പ് ഓഫ് കാർബൺ, അതാണ് ഗ്രാഫീൻ എന്ന് പറയുന്നത്. ഇത് 2 ഡയമെൻഷനിലാണ്. അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു ഹെക്സഗണൽ പാറ്റേൺ ആയിരിക്കും. ഹിയർ ഈച്ച് കാർബൺ ആറ്റംസ് ഫോം 4 ബോണ്ട്സ്, 4 ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. അതിൽ 3 എസ് ബോണ്ടും ഒരു പി ബോണ്ടും ആയിരിക്കും. 3 എസ് ബോണ്ട് വിത്ത് 3 നൈബേഴ്സ് ആൻഡ് 1 പി ബോണ്ട് ഓറിയൻറ്റഡ് ഔട്ട് ഓഫ് പ്ലെയിൻ. അപ്പോൾ ഇതായിരിക്കും ബേസിക് സ്ട്രക്ചറൽ എലമെൻറ്റ് ഫോർ ഓൾ അതർ അലോട്രോപ്സ് ഓഫ് കാർബൺ ലൈക്ക് ഫുള്ളറീൻസ് ആൻഡ് നാനോ ട്യൂബ്സ്. ഇപ്പോൾ ഗ്രാഫീൻ എന്ന് പറയുന്നത് ഒരു 2 ഡയമെൻഷനൽ കാർബൺ നാനോ ട്യൂബാണ്. ഇതാണ് ബാക്കിയുള്ള ഫുള്ളറിൻസ്, കാർബൺ നാനോ ട്യൂബ് എന്നീ നാനോ മെറ്റീരിയൽസിൻ്റെ എല്ലാം ബേസിക് സ്ട്രക്ചറൽ എലമെൻറ്റ്. ഇനി ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ട്രാൻസ്പെറൻറ്റ്, ഇറ്റ് കണ്ടക്ട് ഹീറ്റ് ആൻഡ് ഇലക്ട്രിസിറ്റി വിത്ത് ഗ്രേറ്റ് എഫിഷ്യൻസി, മച്ച് മോർ സ്ട്രോങ്ങർ ആണ്, 100 times സ്ട്രോങ്ങർ ദാൻ സ്റ്റീലാണ് ഗ്രഫീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ബാക്കിയുള്ള കാർബണിൻ്റെ നാനോ മെറ്റീരിയൽ ആയിട്ടുള്ള ഫുള്ളറീൻസ് ആയാലും ഗ്രാഫൈറ്റ് ആയാലും അതുപോലെ തന്നെ കാർബൺ നാനോ ട്യൂബ് എല്ലാം പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഫുള്ളറീൻസ് എന്താണെന്ന് നോക്കാം. ഫുള്ളറീൻസ് ഓൾസോ നോൺ ആസ് ബക്കി ബോൾ, ബക്കി ബോൾ എന്നും അറിയപ്പെടുന്നതാണ് ഫുള്ളറീൻസ്. ഒരു ഫുട്ബോൾ ലൈക്ക് സ്ട്രക്ചറാണ് ഇതിനുള്ളത്, അതുകൊണ്ടാണ് ബക്കി ബോൾ എന്നറിയപ്പെടുന്നത്. ദീസ് ആർ അല്ലോട്രോപ്പ് ഫോം ഓഫ് കാർബൺ, കാർബണിൻ്റെ അല്ലോട്രോപ്പാണ് ഫുള്ളറീൻ. ഫുള്ളറീൻസ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഗ്രാഫീൻ കൊണ്ടാണ്. ഫുള്ളറിൻസ് ആർ ഗ്രാഫീൻ ഷീറ്റ് റോൾഡ് ഇൻ ടു ട്യൂബ്സ് ഓർ സ്പിയേഴ്സ്. ഇപ്പോൾ ഫുള്ളറിൻസ് ഗ്രാഫീൻ ഷീറ്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഫുള്ളറിൻ്റെ ഷേപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. സ്പിയറിക്കൽ ഷേപ്പ് ആയിരിക്കും ഫുള്ളറിൻസിന്. കാർബൺ നാനോ ട്യൂബിനാണെങ്കിൽ സിലിണ്ടറിക്കലാണ്. അതാണ് അത് തമ്മിലുള്ള വ്യത്യാസം. ഇനി പ്രധാനപ്പെട്ട ഒരു ഫുള്ളറിനാണ് C60, മെയ്ഡപ്പ് ഓഫ് 60 കാർബൺ ആറ്റം. 60 കാർബൺ ആറ്റം ആയിരിക്കും ഇതിലുണ്ടായിരിക്കുക. ഇതിനൊരു സ്പിയറിക്കൽ സ്ട്രക്ചർ ആയിരിക്കും. ഈ 60 കാർബൺ ആറ്റത്തിൽ 20 ഹെക്സഗണൽ ആൻഡ് 12 പെൻറ്റഗണൽ ഫേസസ് ഉണ്ടായിരിക്കും C60 എന്ന് പറയുന്ന ഫുള്ളറിന്. ഈ ഫുള്ളറിൻസിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട എല്ലാ നാനോ മെറ്റീരിയലും ബയോളജിക്കൽ ഫീൽഡിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇതും ബയോളജിക്കൽ ഫീൽഡിലാണ് ഉപയോഗിക്കുന്നത്. C60 ഫുള്ളറിൻ ആർ യൂസ്ഡ് ഇൻ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് HIV ഇൻഫെക്ഷൻ, അതിനും ഉപയോഗിക്കുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാർബണിൻ്റെ അല്ലോട്രോപ്സ് ആണ് ഫുള്ളറിൻ. ദാറ്റ് ഈസ് സ്പിയറിക്കൽ ഇൻ ഷേപ്പ് ആൻഡ് ഫുട്ബോൾ ലൈക്ക് സ്ട്രക്ചർ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് കാർബൺ നാനോ ട്യൂബ്. കാർബൺ നാനോ ട്യൂബ് ആണെങ്കിൽ ഇറ്റ് ഈസ് എ സിലിണ്ട്രിക്കൽ ലെയർ ഓഫ് ഗ്രാഫീൻ. അപ്പോൾ എല്ലാത്തിൻ്റെയും ബേസിക് സ്ട്രക്ചറൽ യൂണിറ്റാണ് ഗ്രാഫീൻ. ഇവിടെ സിലിണ്ട്രിക്കൽ ലെയറാണ്, മറ്റോടത്ത് സ്പിയറിക്കൽ ലെയർ ആയിരുന്നു ഫുള്ളറിൻസിൽ. ഇതിന് 2 ടൈപ്പ് ഉണ്ട്, സിംഗിൾ വാൾഡ് നാനോ ട്യൂബ്സും മൾട്ടി വാൾഡ് നാനോ ട്യൂബ്സും. സിംഗിൾ വാൾഡ് നാനോ ട്യൂബ്സ് ആണെങ്കിൽ ദീസ് ആർ സിക്സാഗ്, ആംചെയർ ആൻഡ് ചിരാൽ ഡിപ്പെൻഡിങ് ഓൺ ദ മാനർ ഇൻ വിച്ച് ഗ്രാഫീൻ ഷീറ്റ് റോൾഡ്. അതായത് സിംഗിൾ വാൾഡ് കാർബൺ നാനോ ട്യൂബിന് 3 തരത്തിലുള്ള സ്ട്രക്ചറുകൾ വരാം, സിക്സാഗ്, ആംചെയർ ആൻഡ് ചിരാൽ. അത് ഗ്രാഫീൻ ഷീറ്റ് എങ്ങനെ റോൾ ചെയ്തു എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും. ഇത് യൂസ് ചെയ്യുന്നത് ട്രാൻസിസ്റ്റേഴ്സ് ആൻഡ് സോളാർ പാനൽസിലായിരിക്കും. ദെൻ സെക്കൻഡ് വൺ ഈസ് മൾട്ടി വാൾഡ് കാർബൺ നാനോ ട്യൂബ്സ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സെവറൽ സിംഗിൾ വാൾഡ് നാനോ ട്യൂബ്സ് വിത്ത് ഡിഫറെൻറ്റ് ഡയാമീറ്റേഴ്സ്. അതായത് ഒരുപാട് സിംഗിൾ വാൾഡ് നാനോ ട്യൂബ്സ് ചേർന്നിട്ടാണ് മൾട്ടി വാൾഡ് കാർബൺ നാനോ ട്യൂബ്സ് ഉണ്ടാവുന്നത്. അത് ലിഥിയം അയൺ ബാറ്ററിയിലായിരിക്കും യൂസ് ചെയ്യുന്നത്.